മാറിക്കണം. മാറാ. ഷാജഹാൻ പണി തന്നു. കുട്ടേട്ടാ 3 ചായ. ചായ വേണമെങ്കിലേ ടോക്കൺ എടുക്കണോ? ടോക്കൺ ഇപ്പൊ തരാം. ടോക്കണ പണി പാളിയല്ലേ? ഇനി നിന്റെ മുങ്ങലൊന്നും നടക്കൂലടാ മോനെ. അടുക്ക് മുങ്ങുന്ന ഇല്ലാണ്ടായി. ചൗബീസ്. എങ്ങനെ? ചൗബീസ്. എന്ത്? 24 രൂപ. ഭക്ഷണത്തിന് പൈസ കൊടുക്കാനാ പിന്നെ വേറെ നല്ല ഹോട്ടലിൽ പോയാ. എന്നാലും വാലന്റൈൻസ് ഡേ ആയിട്ട് ഷാജഹാൻ എന്ത് പണിയാ കാണിച്ച്? പാവ ആത്മഹത്യ ചെയ്ത് കാണുമോ? നമുക്ക് ഈ അടുത്തുള്ള റെയിൽവേ ട്രാക്കിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ? ഏതായാലും ട്രെയിനിന് തല വെച്ച് മരിക്കാൻ തന്നെ എൻ്റെ പ്ലാൻ. മധുരത്തിൽ മുങ്ങി മരിച്ച ഉറുമ്പാണ് ഞാൻ. എടതൊക്കെ ഷാജഹാൻ നമ്പറാണ്. എന്ത് നമ്പർ? എടവരെ പ്രേമം പൊട്ടിന്ന് പറഞ്ഞില്ലേ, അത് ശരിയാക്കാനുള്ള നമ്പർ. ഷഹാന ക്ലാസ്സിൽ വരുമ്പോൾ ബോർഡിൽ എഴുതി കണ്ട ഓളെ മനസ്സിനക്കൂലി അതാണ്. ചൂട് ചായ. ഞാനങ്ങനെ എന്തെങ്കിലും നമ്പർ ഇട്ടതെന്ന് ആലോചിക്കുന്നത്. ഞാനിന്ന് എൻ്റെ ഇഷ്ടോട് പറയാമെന്ന് വിചാരിച്ചു. ഇനി അത് നടക്കൂല. ആ ഷാജഹാൻ്റെ വിഷയം പൂജ്യം ടീമും കൂടിയിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, നീ പോയി പറടാ. നീ പറടാ, നമ്മളുടെ കൂടെ. ആ ഷാജഹാൻ എന്ന നാടകത്തിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഷാജഹാൻ എന്ന് വിളിക്കുന്ന ശ്യാം സുന്ദർ എന്ന യുവ കലാകാരൻ ആത്മഹത്യ ചെയ്യാണെന്ന് എഴുതി വെച്ച് പോയിരിക്കുകയാണ്. പ്രണയം നാശത്തിനാണെന്ന് ആരാ നിൽക്കും നോക്കി? ഷഹാന പഠിത്തം നിർത്തിയെന്നാണ് അറിയാൻ കഴിച്ചത്. ഇതൊക്കെ അവരുടെ ഒടുക്കത്തെ പ്രണയം കാരണം സംഭവിച്ചത്. ഇവള് കാരണം ഷാജഹാന്റെ പ്രേമം പൊട്ടിയത്. തോള് ഇട്ട് ആൽക്കുന്നുണ്ടല്ലേ? ഇവിടെ ഒരു പ്രണയം കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് ഭാവിയിൽ ഈ കോളേജിന്റെ അഭിമാനമായി മാറേണ്ടിരുന്ന ഒരു യുവ കലാകാരനാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ഈ ക്യാമ്പസിൽ പ്രണയിക്കാൻ വേണ്ടി മുട്ടിയുരുമി നിൽക്കുന്ന ആരെയും നമ്മൾ പ്രണയിക്കാൻ അനുവദിക്കില്ല എന്ന് ALS ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇവക്കെന്താ പ്രാന്താണോ? +2 പഠിക്കുമ്പേ ഓളൊരുത്തനായിട്ട് ഒടുക്കത്തെ പ്രണയത്തിലായിരുന്നു. ഓനോളെ നൈസായിട്ട് പറ്റിച്ചു. അതിന് പകരം വീട്ടിലായിരുന്നു ഒരു തരം സൈക്കിക് റിവെഞ്ച്. എന്തായാലും ഞാൻ എൻ്റെ കാര്യം പറയാൻ പറ്റിയ സമയം ചെല്ലി. നീ കളിയാക്കണ്ട. എൻ്റെ ഇഷ്ടം ഞാൻ എന്നോട് പറയും. അടി ഇവന് പ്രാന്തായ വൈകാതെ പ്രാന്താവും. നിനക്ക് എന്തിനാ വീട്ടുകാർ കോളേജിൽ വിടുന്നേ? പഠിക്കാനോ അതോ പ്രേമിക്കാനോ? എടി എന്തിനാന്ന്? പഠിക്കാൻ. എന്നാ പഠിച്ചോണം. നിങ്ങളെ പോലെ ഇങ്ങനെ ഒലിപ്പിച്ച് നടന്നൊരുത്തനാ സ്വന്തം പെണ്ണിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചത്. അതുകൊണ്ടൊക്കെ ഈ പറയുന്നേ മനസ്സിലാക്ക്. അല്ല, എന്റെ വിഷ്ണു അങ്ങനെയല്ല. എന്റെ വിഷ്ണു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്നെയാ. ഇത് തന്നെയാണ് പ്രണയിക്കുന്ന എല്ലാ നായിന്റെ മക്കളും പറയുന്നത്. ഇനി നീ ഓനായിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ നമ്മൾ ഈ ബന്ധം വീട്ടിലറിയിക്കും. പിന്നെ നിന്റെ അച്ഛനമ്മ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ചെയ്താൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ? അതെ എടോ, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്ന ഇതുപോലൊരു ചെറ്റ പ്രേമിച്ചു പറ്റിച്ച ഓൾ ആത്മഹത്യ ചെയ്തു. അതുപോലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എന്തിനാ വെറുതെ കുഴിയിൽ വീഴുന്നേ? ഇതൊക്കെ പ്രായത്തിൽ തോന്നുന്ന. സ്വപ്ന, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേഴ്സണലാണോ? പേഴ്സണലാണ്, പക്ഷേ എനിക്കത് പബ്ലിക്കായിട്ട് പറയണം. പറയട്ടെ? എനിക്ക് സ്വപ്ന ഇഷ്ടമാണ്. എനിക്ക് ജെപ്പിനെ ഇഷ്ടമാണല്ലോ. ഇതൊരു ഫ്രണ്ടിനോട് തോന്നുന്ന ഇഷ്ടമല്ല. പിന്നെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. എന്ത്? ഐ ലവ് യു. റോഷ, പ്രിൻസ് നമുക്ക് വേണ്ടൊന്നും ചെയ്യുന്ന തോന്നുന്നില്ല. പ്രണയകർ നമ്മളെ കൂടേണ്ടി വരും. പണ്ട് പുരാതന കാലത്തെ കണ്ട് കവിതാക്കൾ ഉണ്ടാക്കിയ കിണറാണ് പോലും. അപ്പൊ അത് മൂടാൻ യോഗ്യത നമുക്ക്. എന്താ ശരത്തെ?
ഇപ്പൊ നിർത്തിക്കോ. നിങ്ങളെല്ലാവരോടും കളിക്കുന്ന പോലെ ജെപിയോട് കളിക്കാൻ നിന്നാ ഒറ്റൊരുത്തിനും മര്യാദയ്ക്ക് വീട്ടിൽ പോവില്ല. റോഷ, നിനക്ക് ആദ്യം കൊള്ളും. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യത്തിലുള്ള നിനക്കെന്താ അധികാരം? പിന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലാണ് ജെപിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ ഓന് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കും. ഓനോളെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായ? മോനെ ശരത്തെ, നിന്റെ നല്ലോണം നടത്തുന്ന പ്രണയം നമുക്ക് പൊട്ടിക്കാമെങ്കിൽ ഇതുവരെ നടക്കാത്ത ജെബിയുടെ പ്രണയം നമുക്കൊരു വിഷയമല്ല. എന്റെ പ്രണയം നീ പൊട്ടിച്ചു എന്നാ ഞാൻ വേണ്ടെന്ന് വെച്ചാണ്. പക്ഷെ ആ പാവത്തിന് ഐഡിയ പറഞ്ഞെടുത്ത് ഞാനാ. നീയൊക്കെ വെറും ടൈം പാസിനാണ് പ്രേമിക്കുന്നതെന്ന് ബോധിപ്പിക്കാൻ. പിന്നെ ജീവൻ കൊടുക്കുന്ന കാര്യം അത് സ്വപ്നയ്ക്ക് നമ്മളും കൊടുക്കും കേട്ടാ. മാറിക്കടാ. ആ കണ്ണീരും തുറച്ചേക്കും. ശരത്തെ, ഇവർ രണ്ടും കൽപ്പിച്ച ഇവരുടെ പുറകിൽ ആരോ ഉണ്ട്. അപ്പോൾ ശരിക്കും ഗുണ്ടേടാ? ഗുണ്ടയല്ല, ഗുണ്ടിയ. കട്ട് ചെയ്തടാ. നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. JP സ്വപ്നയും എന്തായാലും പ്രേമിക്കും, അത് ഉറപ്പാ. അവരിപ്പൊ കണ്ണിന് എതിർപ്പം നോക്കണ്ട. നമുക്ക് എന്തെങ്കിലും ഷോക്ക് കൊടുത്താലോ? അതെന്താ അങ്ങനെ തോന്നാൻ? എടോ, ഒരാൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പുറയാണെന്ന് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോ ചിലപ്പോ ഒരു ചാഞ്ചാട്ടം തോന്നിയാലോ. JP അത്ര മോശമാണെന്നും അല്ലല്ലോ. അത് ശരിയാ. അപ്പൊ പണി കൊടുക്കേണ്ടത് ജെപിക്കല്ല, സ്വപ്നയ്ക്കാണല്ലേ? ഓഫ് കോഴ്സ്. പുതിയതാ? പുത്തൻ. പുത്തനാ? ഇത് പഴയ പാട്ട സാധനം പെയിന്റ് അടിച്ചല്ലേ? അതേടാ, പഴയ തന്നെയാടാ. പഴയതായാലും ഞാനിത് എടുത്തില്ലേ. നീയൊക്കെ എന്തുണ്ടാക്കി? ഞാൻ പോളിസി ഇറക്കുമ്പോൾ എനിക്കല്ല പുച്ഛമല്ലേ? എടാ, നീ ഒരു സംഭവടാ. ഒന്ന് മാറി. താങ്ക് യു. കേട് സ്വപ്ന എന്നെ ഈ ബൈക്ക് കാണട്ടെ. അത് നല്ല JP, സ്വപ്ന ഇന്നും വന്നിട്ടില്ല. ഓൺലൈന് വരൂല എന്ന് എല്ലാരും പറയുന്നേ. നീ ഓളെ പോയിട്ട് കൂട്ടിട്ട് വാടാ. നീ കൊല്ലുന്നല്ല പറഞ്ഞേ. ഇഷ്ടാന്നല്ലേ? ഓളെ വീട് എവിടെയാ? മാവിലയ്യ. ഈ ബൈക്കില് ആദ്യത്തെ ട്രിപ്പ് മാവിലേക്ക്. ആദ്യത്തെ ട്രിപ്പ് അമ്പലത്തിൽ പോണെന്ന് അമ്മ പറഞ്ഞു. അമ്മയൊന്നും അറിയണ്ട, നീ ചെല്ല്. എടാ, എനിക്ക് വീട് നിറഞ്ഞിട്ടാ. വീട് അന്വേഷിച്ച് കണ്ടുപിടിക്ക്. ഞാനേ നിമ്മിയൊന്നും കണ്ടുപിടിക്കട്ടെ. ഇവിടെ എവിടെയൊക്കെ പോയേ? പോകാം. പക്ഷെ ആര് ചോദിച്ചാൽ ഈ ബൈക്ക് എന്റെയാന്ന് പറഞ്ഞോളൂ. നിന്റെ ബൈക്കാന്ന് പറഞ്ഞ് ഷൈജിയാ നിൽക്കരുത്. ഓക്കെ? എന്നാ വൈകുന്നേരം മാവിലായി. ഓക്കെ. ഹെൽമെറ്റിലാണ് എങ്ങോട്ടാ? ചെല്ലങ്ങോട്ട്. ഈ കള്ളാസ് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും. ആരതര വണ്ടി? സാറേ വേണ്ടിയാ. ഇവന്റെയാ? ബുക്കും പേപ്പറും ഉണ്ടോ? സാറേ, ഇന്ന് രാവിലെ ഇറക്കിയ വണ്ടിയാ. ചങ്ങാട് മേടിച്ചിട്ട്. രാവിലെ വാങ്ങിയ വണ്ടിക്ക് ബുക്കും പേപ്പറും വേണ്ടേ? ഇത് പുതിയ അറിവാന്നല്ല. നിങ്ങൾ എന്താ ചെയ്യുന്നു? സാറേ, നമ്മൾ പഠിക്കുന്ന SM കോളേജിൽ. SM കോളേജിലാ? ഇവനാ? നീ എത്ര തവണ തോറ്റുടാ? ഫൈനൽ ഇയർ ഡിഗ്രിയാ സാർ. നീ കോളേജിൽ പഠിക്കുന്നത് നിനക്ക് എടുത്ത ഇത്രയും വലിയ വണ്ടി വാങ്ങാൻ കാശ്? സാറേ, ഇവൻ ഇൻഷുറൻസ് ഏജന്റും കൂടിയാ. അത് ശരി. നല്ല പോളിസി ഉണ്ട് സാറേ. ജീവൻ രക്ഷാ പോളിസി. ഒരു പോളിസി. ആദ്യം നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കും. ഹെൽമെറ്റ് എടുത്തടാ. ഹെൽമെറ്റ് മേടിക്കാൻ പോകുന്ന വഴിയാ? ശരിക്കും? ആ സാർ. ഒരു 250 പെറ്റി അടച്ചിട്ട് പോയിക്കോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, പെട്രോൾ അടിക്കാൻ തന്നെ പൈസ ഇല്ല. കൊണ്ട പൊങ്ങി തിന്നു. വാ, ഈ പൈസ ഓൾ അച്ഛനോട് വർഷം മേടിച്ചു തന്നില്ല പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞത് ആദ്യമായിട്ട് അമ്പലത്തിൽ പോകും. ഹലോ സാറേ, താഴെ കത്തിക്കുത്ത് തുടക്കാൻ പോകുന്നത് സാറേ. ഒന്ന് വേഗം വരൂ സാറേ. കുത്തിയാ? ഇല്ല, ഇപ്പൊ കുത്തും. കുത്തിയിട്ട് വിളിക്കേ. 10 കാശുണ്ടാക്കാൻ നോക്കുമ്പോ കത്തി കുത്തി.